ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ വെള്ളത്തിൽ മറഞ്ഞ വൈരമണി ഗ്രാമം ദൃശ്യമായി. ജലനിരപ്പ് 14% രണ്ടായിരത്തിലേറെ കുടുംബങ്ങൾ അധിവസിച്ചിരുന്ന വൈരമണി ഗ്രാമം തെളിഞ്ഞത്. അക്കാലത്തെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു വൈരമണി. അണക്കെട്ട് പൂർത്തിയായതോടെയാണ് അറക്കുളം പഞ്ചായത്തിലെ ഈ ഗ്രാമം വെള്ളത്തിൽ മറഞ്ഞത്. സമീപ ഗ്രാമപ്രദേശങ്ങളായ കുതിരക്കുത്തി, മന്ന, കയനാട്ടുപാറ, വേങ്ങാനം, പുരുളി, കടവാർ, മുത്തിക്കണ്ടം, നടക്കവയൽ ഗ്രാമങ്ങളുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു വൈരമണി. കുളമാവിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്നവരുടെ ഇടത്താവളമായിരുന്നു വൈരമണി ഗ്രാമം. തൊടുപുഴയിൽ നിന്ന് കൂപ്പ് റോഡിലൂടെ എത്തിയിരുന്ന വാഹനങ്ങൾ കുളമാവ് വനത്തിലൂടെ വൈരമണി വഴിയാണ് കട്ടപ്പനയ്ക്ക് പോയിരുന്നത്. 1974 ഇടുക്കി ഡാമിന്റെ റിസർവോയറിൽ വെള്ളം നിറച്ചപ്പോഴാണ് വൈരമണി വിസ്മൃതിയിലായത്. അണക്കെട്ട് നിർമ്മാണത്തിനായി പ്രദേശത്തെ കുടുംബങ്ങളെ മറ്റിടങ്ങളിലേക്ക് കുടിയിരുത്തി. ഒരു കുടുംബത്തിന് 3 ഏക്കർ വീതം സ്ഥലമാണ് നൽകിയത്. വൈരമണിയിലെത്താൻ കുളമാവിലൂടെ റിസർവോയറിൽ 3/4 മണിക്കൂർ വള്ളത്തിൽ സഞ്ചരിക്കണം. ഇപ്പോൾ ശേഷിക്കുന്നത് വൈരമണി ഫോറസ്റ്റ് സ്റ്റേഷൻ മാത്രം. 100 വർഷത്തിലധികം പഴക്കമുള്ള സെന്റ് തോമസ് പള്ളി, വീടുകളുടെയും കടകളുടെയും തറകൾ തുടങ്ങി വൈരമണി ഗ്രാമത്തിലെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ജലനിരപ്പ് താഴ്ന്നതിനാൽ പ്രത്യക്ഷമായി. വൈരമണിയിൽ 5ാം ക്ലാസ് വരെയുള്ള സർക്കാർ വിദ്യാലയവും ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.